എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 പരീക്ഷാ തീയതിയും അതുപോലെ തന്നെ പരീക്ഷാ സമയവും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. എഞ്ചിനീയറിംഗ് പരീക്ഷ 5-ാം തീയതി മുതൽ 9-ാം തീയതി, ജൂൺ മാസം 5 മുതൽ ജൂൺ 9-ാം തീയതി വരെ രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് നടക്കുന്നത്. ഫാർമസി പരീക്ഷയാണെങ്കിൽ 9-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 3:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ രാവിലെ 7:30-നും അതുപോലെ ഫാർമസി പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉച്ചയ്ക്ക് 1 മണിക്കും പരീക്ഷാ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ഫോട്ടോ, അതുപോലെ ഒപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് എന്നിവയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനായിട്ടുള്ള അവസരം 15-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അപേക്ഷയിൽ നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിച്ച് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിൽ, അതായത് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങളുടെ ഈ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ഒപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് എന്നിവയിൽ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ യഥാർത്ഥ പേര്, ഫോട്ടോ, ഒപ്പ് എന്നിവയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇമെയിലായിട്ട് cek.info.ce@kerala.gov.in എന്ന പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസിൽ 15-ാം തീയതി വൈകിട്ട് 3 മണിക്കകം അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ടാണ് 15 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു തെറ്റുകൾ നിങ്ങൾക്ക് പരിഹരിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്ന ഫോട്ടോ, ഒപ്പ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ സൂക്ഷ്മ പരിശോധനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസ്തുത ന്യൂനതകൾ പ്രൊഫൈൽ പേജിൽ ലഭ്യമാകുന്ന മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള മെനു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോഗ്രാഫ്, ഒപ്പ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ 15-ാം തീയതി വൈകിട്ട് 3 മണിക്കകം മെമ്മോയിൽ പറഞ്ഞിട്ടുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ഒപ്പ്, 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതാണോ അത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നേരിട്ടോ തപാൽ മുഖേനയോ ഇമെയിലൂടെയോ ലഭിക്കുന്ന രേഖകൾ യാതൊരുവിധ കാരണവശാലും പരിഹരിക്കുന്നതായിരിക്കില്ല. അതുപോലെ എഞ്ചിനീയറിംഗ് ഫാർമസി പരീക്ഷയ്ക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ഫോട്ടോഗ്രാഫ്, ഒപ്പ്, 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ന്യൂനതയുള്ള പക്ഷം മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ അവ പരിഹരിച്ചെങ്കിൽ മാത്രമേ പ്രവേശന പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ ലഭ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയിൽ സമർപ്പിച്ച നേറ്റിവിറ്റി, വിവിധ സംവരണ ആനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാകുന്നതായിരിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റുകളിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികളെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി പിന്നീട് അറിയിക്കുന്നതും തെറ്റുകൾ പരിഹരിക്കുന്നതിനായിട്ട് അപ്പോൾ അവസരം നൽകുന്നതും ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ച കാര്യമാണ് ഈ ഒരു കീം പരീക്ഷ മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനുള്ളതാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു കീം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം വഴി കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി, ആർക്കിടെക്ചർ, അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ വരുന്ന മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ വരുന്ന കോഴ്സുകൾ എന്ന് പറയുന്നത് MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, BSc അഗ്രികൾച്ചർ, BTech ബയോടെക്നോളജി, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഇതുപോലുള്ള കോഴ്സുകളും, അതുപോലെ അഗ്രികൾച്ചറും ഫോറസ്ട്രി ഇതുപോലുള്ള കോഴ്സുകളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കോഴ്സുകളിലേക്കുള്ള പ്രവേശനം കീം വഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിലവിൽ കീം പരീക്ഷ നടത്തുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് പരീക്ഷ നടത്തുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പരീക്ഷയിൽ ലഭിച്ച മാർക്കും +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയിൽ ലഭിച്ച മാർക്കും കൂട്ടിയിട്ടാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഫാർമസി പരീക്ഷയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് അല്ലെങ്കിൽ, അതായത് മാത്സ് അല്ലെങ്കിൽ ബയോളജി നോക്കും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാസ് എന്നിവയാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എന്നിവയിലുള്ള വിജയമാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ ഗ്രൂപ്പ് ബി കാറ്റഗറിയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു B.Pharm ആയിട്ടുള്ള ഫാർമസി കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കീമിന് അപ്ലൈ ചെയ്ത് ഈ ഒരു പരീക്ഷ എഴുതണം എന്നുള്ളത് മാത്രമാണ് നിബന്ധന. ഇനി ആർക്കിടെക്ചർ ആണെങ്കിൽ വിദ്യാർത്ഥികൾ നാറ്റ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുകയും അതുപോലെ ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് അത് സെലക്ട് ചെയ്യുകയും ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ നാറ്റയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും ചെയ്യണം. അത് വെച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കിയ ശേഷമാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് 2 റാങ്ക് ലിസ്റ്റാണ് തയ്യാറാക്കപ്പെടുന്നത്. ഒന്ന് മെഡിക്കലിലും ഒന്ന് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കും. വിദ്യാർത്ഥികൾ നീറ്റിൻ്റെ സ്കോർ വന്നു കഴിഞ്ഞാൽ, അത് നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷമാണ് നീറ്റിൻ്റെ സ്കോർ പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നീറ്റിൻ്റെ ആ ഒരു മാർക്ക് നിങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകുകയും, അതായത് നീറ്റ് എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് അപ്ലോഡ് ചെയ്ത് നൽകുകയും, അത് റാങ്ക് പട്ടിക വന്ന ശേഷമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സമയത്ത് കീമിൻ്റെ വെബ്സൈറ്റിൽ അതിനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് നൽകി കഴിഞ്ഞാൽ അത് വെച്ച് ഒരു റാങ്ക് പട്ടിക, 2 റാങ്ക് പട്ടിക തയ്യാറാക്കുകയും അതിൽ ഒന്ന് മെഡിക്കൽ
കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും രണ്ടാമത്തേത് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളായിട്ടുള്ള അഗ്രികൾച്ചർ പോലുള്ള BSc അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകളിലേക്കുമാണ് പ്രവേശന നടപടികൾ നടത്തുക. അപ്പോൾ ആ ഒരു നീറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പിന്നീട് അതിലേക്ക്, അതായത് ആ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ നടത്തുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി, അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഈ ഒരു കീം വഴി സാധിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അതത് ഡീറ്റെയിൽസുകൾ അതത് സമയം നൽകുകയും അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ നൽകിയ സമയത്ത് നിങ്ങൾ ഈ ഒരു കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.